അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്നുള്ള ആ ദുആ. സൂറത്തുൽ ബഖറയിൽ ആണ് ഈ ഒരു ആയത്ത് പരാമർശിച്ചിട്ടുള്ളത്. ഈ ഒരു ആയത്ത് പറയുന്നതിന് തൊട്ട് മുമ്പിലായിട്ടുള്ള ഒരു ഭാഗം എങ്ങനെയാണ്? ചില ആളുകളുണ്ട്, അവരുടെ പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് മാത്രമാണ്. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒമലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആഖിറത്തിൽ യാതൊരു ഓഹരിയും ഉണ്ടാവില്ല, ആഖിറത്തിൽ പരലോകത്ത് യാതൊരു നന്മയും അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇതിന് തൊട്ട് മുൻപിലായിട്ട് പറയുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾ അവരുടെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസികളുടെ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് നൽകണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും നന്മ വരുത്തണമേ, വഖിന അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വരി ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനാ സംസ്കാരം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിൽ എന്താണ് മുൻപി നിൽക്കേണ്ടത്? പലപ്പോഴും നമ്മൾ നമസ്കാരത്തിന് ശേഷമാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഹജ്ജിനോ മുറയ്ക്കോ പോയാലും നമുക്ക് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നത്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അധികവും നമ്മുടെ ദുനിയാവിൻ്റെ കാര്യങ്ങളായിരിക്കും. ദുനിയാവിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ദുനിയാവിലുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, കടബാധ്യത മാറാൻ, വീട് നിർമ്മാണം പൂർത്തിയാകാൻ, മക്കളുടെ വിവാഹ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ദുനിയാവിലെ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ളത്. അധിക പേരുടെയും പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും നമ്മുടെ ദുനിയാവിലെ മനസ്സിലെ വ്യഥകൾ, നമ്മുടെ പ്രയാസങ്ങളും ഇതൊക്കെയാണ്. ഇത് നമുക്ക് പറയേണ്ടത് അള്ളാഹുവിനോട് തന്നെയാണ്. അള്ളാഹുവിനോടല്ലാതെ നമുക്ക് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയാൻ വേറെ ആരുമില്ല, അള്ളാഹു തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും നമ്മുടെ ദുനിയാവിലെ പ്രശ്നങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതായി പോകുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. അതിൽ നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട, ദുനിയാവ് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇവിടെ എന്തായാലും എല്ലാവർക്കും പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പരലോകം എന്നുള്ളൊരു സംഗതി, അവിടുത്തെ രക്ഷയും ശിക്ഷയും ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അവിടുത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, അവിടെ നന്മ കിട്ടാൻ, അവിടെ സ്വർഗം കിട്ടാൻ, അവിടെ ഫിർദൗസ് കിട്ടാൻ, അവിടെ അമ്പിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം നമുക്ക് സാമീപ്യം ഉണ്ടാകാൻ, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രാർത്ഥനയിൽ തന്നെ ദുനിയാവിലും ആഖിറത്തിലും നന്മ വരുത്തണമേ, ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് നൽകണമേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ആ പ്രാർത്ഥന അവസാനിക്കാതെ വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഒരു വാക്കുകൂടെ അതിലാണ് പ്രാർത്ഥന അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന ഇതിങ്ങനെ തന്നെ ശീലമാക്കാം. ഒപ്പം മൊത്തത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ ഒരു ഫ്രെയിം ആയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുകയും, ദുനിയാവിൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ തന്നെ ദുനിയാവിൽ നന്മയുണ്ടാകാനും ദുനിയാവിലെ പ്രയാസങ്ങൾ മാറാനും പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ആഖിറത്തിൽ നന്മയുണ്ടാകാനും ആഖിറത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനും കൂടി നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് വേണ്ടിയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും നമുക്ക് ഹസനാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോകത്തും പ്രതിസന്ധികളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളെല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.